അമ്മ ഒരു ഗ്ലാസ് ചായ വരുമേ? നിന്റെ പെണ്ണുമ്പിള്ളോട് പറ ചായ എടുത്തു തരാൻ. ഇത്രയും നേരമായിട്ടേ അവൾക്ക് സപ്രപഞ്ചക്കട്ടിൽ നിന്ന് എണീറ്റ് വരാറായിട്ടില്ല. പെണ്ണുങ്ങളായാലേ നേരം വിളിച്ചാൽ എണീറ്റ് വന്ന് അടുക്കളയിൽ വന്ന് സഹായിക്കണം. അമ്മേ ഒരു ചായ അവളോട് എങ്ങനെയാണ് പറഞ്ഞത്? അവള് വലിയ കുടുംബത്തിൽ പറഞ്ഞു. നിനക്ക് പറയാൻ പേടിയാണെങ്കിലേ ഞാൻ അവളോട് പറയാം. നീ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോടാ. ചായ അമ്മയല്ല ഇട്ട് തരണ്ടേ, അവളാ ഇട്ട് തരണ്ടേ. അമ്മേ ഒരു ചായ. അവന്റെ മണി 7:30 ഞാൻ തന്നെ തന്നെ ഇവിടെ കിടന്ന് പണിയാ. അവനൊരു ചായ മേടിക്കാൻ വന്നത്. അവൾക്ക് ഇതുവരെ എണീറ്റ് വരാറായിട്ടില്ല. ഇന്ന് ഞാൻ അവളോട് നാളെ വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ. നിനക്ക് പറയാൻ ഇത്ര പേടിയാണെങ്കിലേ ഞാൻ പറഞ്ഞോളൂ അവളോട്. അവളൊന്നും എണീറ്റ് വരട്ടെ. എണീറ്റ് വന്നല്ലോ മഹാറാണി. ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ നേരത്തെ കാലത്ത് അടുക്കളയിൽ കയറി പണിയെല്ലാം കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർക്ക് കാപ്പി കിടക്കണ മുറി കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ 10 മണിയാവാണ്ട് എണീറ്റ് വരില്ല. എല്ലാ പണിയും നമ്മൾ ചെയ്യുകയും വേണം. യാതൊരു പറഞ്ഞാലും കേൾക്കൂല. ഒരു ഫോണും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. ഓരോരുത്തർ വന്ന് കേറിക്കോളും മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഓരോ വീട്ടിൽ നിന്നും. ഇവിടെയൊക്കെ വളർത്തി വിട്ടവരുടെ കുഴപ്പ. ഇവിടെ അവരെ ആദ്യം പറയണം. നീ ഇങ്ങനെ ഒരു മണവളവഞ്ചനായി പോയല്ലോടാ. കേട്ടോ ഇവിടെ കളക്കണുണ്ടോ? മറ്റല്ലേ നോക്കട്ടെ മറ്റ. മര്യാദക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലെ? എന്നെ എന്റെ അച്ഛൻ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞ സമയത്ത് എന്നോടൊരു കാര്യവും പറഞ്ഞു. ഈ ബാഗ് വന്നിട്ട് എന്നോടൊരു ഉപദേശവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കാര്യം 50 ലക്ഷം രൂപയും 101 പവനും ഒരു കിയ കാർണിവൽ കാറും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പോരാത്തന്നെ ഇയാൾക്ക് ബാങ്കിൽ ഒരു ജോലി. ഇതെല്ലാം നിങ്ങൾക്ക് ശ്രീധരമായിട്ട് കിട്ടിയതല്ല. ഞങ്ങൾ ഇയാളെ കാശ് കൊടുത്ത് മേടിക്കാൻ ചെയ്തത്. അല്ലാതെ എന്നെ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചല്ല. മനസ്സിലായോ? ഈ ബാഗോ? ഈ ബാഗ് ഇത് തന്നിട്ട് അച്ഛൻ എനിക്കൊരു ഉപദേശം കൂടെ തന്നു. എന്താ പറഞ്ഞേ? നീ കല്യാണം കഴിഞ്ഞ് പോണ വീട്ടില് നിന്റെ അമ്മായിയമ്മയോ ഭർത്താവോ ആരെങ്കിലും നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഇത് ലൈസൻസ് ഉള്ള നോക്കാം. ഒറ്റ ഷോട്ടിന് തീർത്തോളെന്ന് അച്ഛൻ പറഞ്ഞേക്കാം. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അച്ഛൻ ജയിലിൽ പൊക്കോളാന്ന് പറഞ്ഞു. നിനക്ക് കാപ്പിയാണോ ചായയാണോ കുടിക്കാൻ വേണ്ടേ? വേണമെങ്കിൽ മോക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, കുറച്ചു നേരം കൂടെ പോയി കിടന്നോളാം. സ്ട്രോങ് ചായ മധുരം മോളെ നിനക്ക് ഇത്തിരി ഹോർലിക്സും കൂടെ ഇട്ട് തരട്ടെ ചായയില്? വെറുതെ ഇരിക്കണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇടാന്ന് വെച്ചു. നീ തന്നെ എപ്പോഴും കഷ്ടപ്പെടണ്ടല്ലോ.